ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സതീശൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആൾ അങ്ങ് കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിലെന്താണ് ഒരു പ്രതികരണം? അത് അവന് ഇതൊക്കെ കുറ്റങ്ങൾ ചെയ്തില്ല, അതിപ്പോൾ കുറ്റം ചെയ്തെന്ന് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനൊക്കും. അതിനുവേണ്ടി പറയുന്നതായിരിക്കും. നോർമൽ ആയപ്പോൾ കുറച്ചുകൂടെ കുറ്റബോധം വന്നു വേണം, അതുകൊണ്ടൊക്കെയാണ് കരയുന്നത്. അതിൽ അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ എല്ലാ കാര്യങ്ങളും. ഞാനത് ശ്രമിച്ചിരുന്നു. അതുല്യയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അതുല്യയുടെ ഹസ്ബൻഡ് സതീഷിൻ്റെ മീഡിയയുമായിട്ടുള്ള ഒരു സംഭാഷണവും, അതുപോലെ തന്നെ അതുല്യയുടെ അമ്മയുടെയും ഈ സതീഷിൻ്റെ അമ്മയുടെയും അതുല്യയുടെ അച്ഛൻ്റെയും ഒക്കെ വീഡിയോകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ തൊട്ട് മുൻപ് നിങ്ങളെ കാണിച്ച വീഡിയോയുടെ ഒരു ഭാഗം, അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ കേൾപ്പിക്കാം. എനിക്ക് ശരിക്കും ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിലും ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയേണ്ടി വന്നതിലും വളരെയധികം വിഷമമുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ഈ അതുല്യയുടെ അച്ഛനെയാണ്. അച്ഛനോട് ആ മീഡിയ പേഴ്സൺ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് യാതൊരു സഹതാപവും ഈ അച്ഛനോടോ അമ്മയോടോ തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ പെൺകുട്ടി ആ വൃത്തികെട്ടവൻ്റെ ഒപ്പം ഇത്രയും വർഷം, ഏകദേശം 11 വർഷമായി, ഇത്രയും വർഷം ഇത്രയും നരകയാതന അനുഭവിച്ച് ജീവിക്കേണ്ടി വന്നിട്ടും അത് കാണാൻ ഈ അച്ഛനോ അമ്മയ്ക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ വിഷമത്തോടെ അത് പറയുന്നത്. കാരണം 11 വർഷമായി എന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട്. 11 വർഷമായിട്ട് അവൾ അവൻ്റെ കൂടെ അനുഭവിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്തേ ആ മോള് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും അത് തോന്നിയില്ലേ? നിങ്ങൾക്ക് അവരെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് നിർത്തി നോക്കാനുള്ള കഴിവില്ലായിരുന്നോ? ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഒരല്പമെങ്കിലും മനസാക്ഷി വേണ്ടേന്ന്. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു പോകുന്നത്. ഉള്ളിലൊരു വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. ഈ അച്ഛനമ്മമാർ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഓർത്തിട്ട്. അമ്മയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്. സതീഷിനെ പ്രതി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടീനെ അവനോടൊപ്പം അയച്ച വീട്ടുകാരെയും ഇതിനകത്ത് പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം മകൾ മരിച്ചിരിക്കുന്ന സമയമാണ്, ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ പറയാതെ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അച്ഛൻ എന്താണ് പറയാനുള്ളത് അതൊന്ന് കേട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം ഈ സതീശൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആൾ അങ്ങ് കരഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിലെന്താണ് ഒരു പ്രതികരണം? അത് അവന് ഇതൊക്കെ കുറ്റങ്ങൾ ചെയ്തില്ല, അതിപ്പോൾ കുറ്റം ചെയ്തെന്ന് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനൊക്കും. അതിനുവേണ്ടി പറയുന്നതായിരിക്കും. നോർമൽ ആയപ്പോൾ കുറച്ചുകൂടെ കുറ്റബോധം വന്നു വേണം, അതുകൊണ്ടൊക്കെയാണ് കരയുന്നത്. അതിൽ അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ. ഓ, അച്ഛനപ്പം അവൻ പറയുന്ന വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സ്വന്തം മകൾ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മകൾ ഇതെല്ലാം അറിയിച്ചിട്ടും അത് വായിച്ചെടുക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടി എത്രമാത്രം അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, എത്രമാത്രം അതവിടെ നരകയാതന അനുഭവിക്കുന്നു എന്ന് ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റിയില്ല. നിങ്ങൾ അച്ഛനല്ലേ, ആ കുട്ടിയുടെ ഇളയൊരാളല്ലല്ലോ. നിങ്ങൾ അച്ഛനാവുമ്പോൾ ആ കുട്ടി വരാൻ തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോയില്ല? അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹം എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഒരു കൺസേൺ, അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടീനെ വിളിച്ചുകൊണ്ട് നിർത്തിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ആ കുട്ടി മുന്നോട്ട് പോയി. ഒടുവിൽ അത് അതിൻ്റെ ജീവിതത്തിന് കത്തമിടുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞാനത് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരവും. അപ്പം അവനെ ഇത് ഇപ്പം അതിൻ്റെ ഒരു പഴുത് കണ്ടെത്തിയാൽ അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് മറ്റ് വാസ്തവങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. ഒന്നും അതിൽ തന്നെ അയാൾ ഉപദ്രവിക്കുന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ മുന്നിലും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, അതിനകത്ത് തന്നെ ഉണ്ടാവും അവൻ ഉപദ്രവകാരിയാന്നുള്ളതിന് എല്ലാ തെളിവുകളും ഇല്ല. നിരത്തിയെടുത്ത് വച്ചേക്ക് തെളിവുകൾ എടുത്ത് പത്തായത്തിനകത്ത് അടച്ചു വെച്ചിരുന്നാൽ മതി. തെളിവുകളുണ്ടത്രേ, തെളിവുകൾ. എത്രയോ എവിഡൻസ്, എത്രയോ വീഡിയോകൾ ആ കുട്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സഹോദരിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു. നിങ്ങൾ അറിയാത്തതാണോ? അവൻ ഉപദ്രവിക്കുന്നവനാണ്. നിങ്ങളുടെ ഭാര്യ, അതായത് ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ആ കുട്ടി പറയുന്ന കാര്യമാണ്, കേസ് കൊടുക്ക്, എന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോഴും ആ അമ്മ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അത് ആ അമ്മ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളിതുവരെയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല മക്കളെ, നാട്ടുകാരെന്ത് വിചാരിക്കും. ഇതാണ് ഓരോ പാരൻസും മനസ്സിലാക്കേണ്ടത്. സ്വന്തം പെൺമക്കൾക്ക് അവരുടെ പാരൻസിനോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമെന്ന് അവർക്കൊരു വിശ്വാസം, കേട്ടാൽ അതിലൊരു നടപടി എടുക്കും, അല്ലെങ്കിൽ തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും ഇത് ആത്മഹത്യയാണെങ്കിൽ ചെയ്യില്ല. ഞാനിത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല. നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തോന്നാതിരിക്കട്ടെ. അവർ വന്ന് പറയുന്നത് അവർ അത്രയും ഗതി കെട്ടിട്ടാണ്, അത്രയും അനുഭവിച്ചിട്ടാണ് പറയുന്നത്. എന്നെ ഒന്ന് കൊണ്ടുപോ, അല്ലെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോഴും നിങ്ങൾ പാരൻസ് എന്താ പറയുന്നത്? അഡ്ജസ്റ്റ് ചെയ്യ്. എത്ര വർഷം? അതുല്യ അനുഭവിച്ചത് 11 വർഷമാണ്. നോക്കാൻ ബാക്കി.
അതിൽ അയാൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അതായത് ഈ കട്ടിലൊക്കെ നീങ്ങിക്കിടക്കുന്നു, അതായത് ഡോറ് തുറന്ന് കിടന്നു, അതിൽ തനിക്കും സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംശയം കുടുംബത്തിനും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് അത് അവൻ പറയുന്ന അവന് രാത്രിയിലൊക്കെ ഒരുപാട് മദ്യപിച്ചിട്ട് തിക്കുന്നവനായിരിക്കും. അപ്പോൾ അവന് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണ കാണത്തില്ല. പിന്നെ വന്നപ്പോൾ അതങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി അവർ എല്ലാം പരിശോധിക്കുമല്ലോ ഇനി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതെ, അത് പിന്നെ പോലീസുകാരുടെ ഉത്തരവാദിത്വമാണല്ലോ. കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമ്മുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് ഈ മീഡിയ വരുമ്പോഴേക്കും ബൈറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, വേറെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കില്ല. ആ പെൺകുട്ടി ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാറിയിരുന്ന് നോക്കിയിരുന്നിട്ട് അതിൻ്റെ ജീവിതം അത് അവസാനിപ്പിച്ചപ്പോൾ മീഡിയ വരുമ്പോൾ വന്നിരുന്ന് സംസാരിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല. ഭർത്താവിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഭർത്താവ് കുറ്റക്കാരനാണ് എന്നതിനോടൊപ്പം തന്നെ ഈ വീട്ടുകാരും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവരുടെ ഭാഗത്തും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ കുട്ടീനെ ഇവൻ്റെ കൂടെ അയച്ചു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ആ കുട്ടിക്ക് അവൻ മനസ്സമാധാനം കൊടുത്തിട്ടില്ല, ടോർച്ചറിങ് ആണ്, ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കണം, ഈവൻ ബാത്റൂമിലാണെങ്കിൽ പോലും ഫോൺ എടുക്കണം എന്നെല്ലാം പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നൊരു വ്യക്തിയുടെ കൂടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവനും അവൻ്റെ അമ്മയും കൂടി വീട്ടിൽ കിണറ്റിൽ വന്ന് ചാടുമെന്ന് പോയി ചാടിക്കുമെന്ന് പറ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അവിടെ. പക്ഷെ ഇപ്പോൾ ആർക്കാണ് നഷ്ടം വന്നത്? അവനാണോ? അവൻ്റെ അമ്മയ്ക്കാണോ? അവൻ്റെ കുടുംബത്തിനാണോ? ഒന്നുമല്ല, നിങ്ങൾക്കാണ്. ആ പെൺകുട്ടിക്കാണ്. അവളുടെ ജീവിതം, അവളുടെ ജീവൻ. ഒരു നിമിഷം നിങ്ങൾ അവളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ അവളെ ഒന്ന് വിളിച്ച് വീട്ടിൽ നിർത്തിയിരുന്നെങ്കിൽ, നിങ്ങൾ പറയണ്ട ഞങ്ങൾ വരാൻ പറഞ്ഞു, അവൾ വന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അതെന്താ ചിന്തിക്കാത്തത്? അവൾ അത്രയും സഹി കിട്ടു, ഇനി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് നിന്ന ഒരു പെൺകുട്ടി, ആത്മഹത്യ ചെയ്യാൻ പേടിയാണ്, ധൈര്യമില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി പിറ്റേ ദിവസം രാവിലെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. എത്ര മനോഹരമായ കഥയല്ലേ? സ്വന്തം ഭർത്താവ് പറയുന്നു എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യില്ല. അത് അവൻ്റെ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്. അവൻ പറഞ്ഞതെല്ലാം അവൻ്റെ ഒരു സ്റ്റോറി മാത്രമാണ്. അത് കേൾക്കുന്ന ഏത് അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാവും. എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യില്ല, അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തണം. അത് അവൻ തന്നെയാണ്, 100% ഉറപ്പ്. ഒരു പക്ഷേ അവൻ അങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിട്ട് അവൻ പുറത്ത് പോയിട്ട് തിരിച്ച് കയറി വന്നതായിരിക്കാം. അതിനുവേണ്ടി അവൻ ചൂണ്ടിക്കാണിക്കുന്ന കുറേ തെളിവുകളുണ്ടല്ലോ. എന്താ? കട്ടിലിൽ നീങ്ങിക്കിടന്നു, മാസ്ക് കണ്ടു, വാതിൽ തുറന്നിട്ടിരുന്നു. അതിന് മുന്നേ ഈ പറയുന്ന അതുല്യ തന്നെ പറയുന്നുണ്ട് എന്നെ അകത്തിട്ട് വാതിൽ ലോക്ക് ചെയ്തിട്ട് അയാൾ പോകുന്നതെന്ന്. അപ്പോൾ അന്ന് മാത്രം എന്തേ അതുല്യയുടെ കയ്യിൽ ചാവി കൊടുത്തത്? ഒറ്റ ചാവിയുള്ളൂ അവനും പറയുന്നുണ്ട്. അന്ന് മാത്രം അതുല്യയുടെ കയ്യിൽ ചാവി കൊടുത്തിട്ട് അവൻ പുറത്തു പോയി. അത് അവൻ്റെ കഥ മാത്രമാണ്. അവൻ്റെ സങ്കടം അവൻ്റെ ജോലി പോകുന്നതിലും അല്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിലൊക്കെയാണ് അവൻ്റെ സങ്കടം. അതിലൊരു തീരുമാനമായി, ജോലി പോയി കിട്ടി, പാസ്പോർട്ട് ഷാർജ പോലീസ് മേടിച്ച് വെച്ചു, ഇതൊക്കെ സംഭവിച്ചു. അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ വീട്ടുകാർ, ഞാൻ അതാണ് വീണ്ടും ചോദിക്കുന്നത്, വീട്ടുകാർ എന്തുകൊണ്ട് ഇത് നേരത്തെ മനസ്സിലാക്കി ആ കുട്ടീനെ വീട്ടിൽ കൊണ്ട് നിർത്തിയില്ല? മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് 3 നേരത്തെ ആഹാരം കൊടുത്താൽ പോരായിരുന്നോ? അവൾക്കൊരു ജോലി ഇവിടെ നാട്ടിൽ കിട്ടില്ലായിരുന്നോ? അതിനൊന്നും തയ്യാറല്ല. ഇപ്പോൾ വന്നിരുന്നിട്ട് അവൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അവിടെ അവരതെല്ലാം നോക്കുമല്ലോ, ഫോറൻസിക്കാരും. അവനെന്തെങ്കിലും അസഭ്യതയുണ്ട് അവർക്കത് അറിയാൻ പറ്റും. അവിടെ CCTV ക്യാമറയും ആ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും താഴെ കാവൽ ആളുള്ളതാണ്, സെക്യൂരിറ്റി ഉള്ളതാണ്. വേറൊരാളിന് അവിടെ താമസക്കാരല്ലാത്തവർക്ക് അവിടെ പ്രവേശനം പോലും ഉള്ളതായിരിക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്ലാറ്റാണ് അത്. അങ്ങനെ അവിടെ താമസം ഇല്ലാത്ത ഒരാൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് പുറത്തുനിന്ന് ഒരാളെ എങ്ങനെ അവിടെ കയറും? സതീഷ് പറഞ്ഞ വാചകത്തിനെ ചേർത്താണ് ഞാൻ പറയുന്നത്. അവിടെ ആരോ കയറിയ ലെവലിലാണ് അയാൾ സംസാരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾക്ക് അവിടെ പ്രവേശനമില്ലെങ്കിൽ, അവിടെ സെക്യൂരിറ്റി അത്രയും സ്ട്രോങ് ആയ ഒരു ഏരിയ ആണെങ്കിൽ, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, അവിടെ പുറത്തുനിന്ന് ഒരാൾ എങ്ങനെ അവിടെ കയറും? പുറത്തുനിന്ന് ഒരാളെ കയറിയാൽ മാത്രമല്ലേ ഈ പറഞ്ഞ രീതിയിൽ കട്ടിൽ മാറ്റാനും മാസ്ക് കൊണ്ട് വെക്കാനൊക്കെ പറ്റുള്ളൂ. സതീഷ് മാസ്ക് യൂസ് ചെയ്യാറില്ലെന്ന് അയാൾ പറയുന്നതാണ്, നമുക്കറിയില്ല. അത് ആർക്കും യൂസ് ചെയ്യാം, അത് അതുല്യക്കും യൂസ് ചെയ്യാം, സതീഷിനും യൂസ് ചെയ്യാം. ചെയ്യില്ലെന്ന് അയാളുടെ പറച്ചിലല്ലേ, നമുക്കതറിയില്ല. അപ്പോൾ അവൻ പറയുന്ന അതൊക്കെ വെറുതെ അവൻ ഓരോ പാദങ്ങൾ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അവൻ എന്തെങ്കിലും പറയണമല്ലോ, അല്ലാതെ വേറെ ഇപ്പോൾ അവൻ ഞാൻ ചെയ്തു, കുറ്റം ചെയ്തു അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. ഈ സതീഷ് പറയുന്ന ഇതാണ്, അതായത് വിവാഹത്തിന് ശേഷം അതിലൂടൊപ്പം പോയതിനു ശേഷം സ്വന്തം വീട്ടിൽ പോലും വിളിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ഉണ്ടായിരുന്ന ഒരു പെരുമാറ്റം? എങ്ങനെയായിരുന്നു? കാര്യം ഈ മരുമക്കൾ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാണുന്നത്. അല്ല, അത് അവനങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ആരോടും ഇല്ല, സ്വന്തം മാതാവിനോട് പോലും ഇല്ല. പിന്നെ എങ്ങനെ കാണും? ഏറ്റവും വാത്സല്യവും സ്നേഹവും ആൺമക്കൾക്ക് അമ്മമാരോടല്ലേ തോന്നുന്നു, അതുപോലും ഇല്ല അവന്. അവൻ്റെ അമ്മയെ പോലും വിളിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പിന്നെ ഇവിടെ വിളിക്കുമോ? സ്വന്തം അമ്മയെ വിളിക്കാത്തവന് സ്വന്തം അമ്മായി അമ്മയെ വിളിക്കുമോ? അച്ഛനെ വിളിക്കുമോ? അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു സ്നേഹം. ശരിക്കും എനിക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ? അതുല്യയുടെ വീട്ടുകാർ സതീഷിൻ്റെയും സതീഷിൻ്റെ വീട്ടുകാരെയും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നു. സതീഷിൻ്റെ വീട്ടുകാർ
അതുല്യയുടെ വീട്ടുകാരെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതല്ലാതെ ആ പെൺകുട്ടീനെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടി ഇവരാരെങ്കിലും എന്തെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ അതുല്യയുടെ അമ്മയും അച്ഛനും പറയുന്നു സതീഷ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, അവന് ഒരു മനുഷ്യനുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്ന് പറയുന്നു. സതീഷിൻ്റെ അമ്മ പറയുന്നു അവൻ എന്നെ വിളിച്ചിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അവന് എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനത് സഹിക്കാൻ തയ്യാറാണ് എന്നാണ് സതീഷിൻ്റെ അമ്മ പറയുന്നത്. സതീഷിൻ്റെ നാട്ടുകാരും പറയുന്നത് അത് തന്നെയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഈ കുറ്റം പറയുന്നതിന് മുൻപ് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം, ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു. രണ്ട് വീട്ടുകാരുടെ ആരും ഞാൻ പറയുന്നത്, സതീഷിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുല്യയുടെ ആയിക്കോട്ടെ, അവളെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയിട്ടുണ്ടോ? ഒന്ന് ആ കുട്ടിയെ കേൾക്കാൻ, അല്ലെങ്കിൽ അവൾ ആ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നു. അവളുടെ ആ ലാസ്റ്റ് വോയിസ് നോട്ടിലുണ്ടല്ലോ, ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കിടന്ന് അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ വന്ന് വയറിലും കാലിലൊക്കെ ചവിട്ടി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഞരക്കമെങ്കിലും ഈ അമ്മ കേൾക്കാതിരിക്കുമോ? കേട്ടിട്ടുണ്ടാവില്ലേ? അവിടെയും ഒന്നും ചെയ്ത് കാട്ടുന്നത് കാണുന്നില്ല. എന്തുകൊണ്ട്? ഇതൊരു അതുല്യയിൽ അവസാനിക്കും തോന്നുന്നുണ്ടോ? ഈ അച്ഛൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, ഞാനൊന്നും വെക്കുന്നില്ല, വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് 11 വർഷം കൊണ്ട് ആ കുട്ടി അനുഭവിക്കുകയാണ്. 11 വർഷം, ഒന്നും രണ്ടുമല്ല, 11 വർഷം കൊണ്ട് അനുഭവിക്കുകയാണ്. ഒരു അച്ഛനാണ് ഈ പറയുന്നത്. ഈ അച്ഛന് 11 വർഷമായിട്ട് സ്വന്തം മകളെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലേ? മരിച്ചതിന് ശേഷമാണ് അത് ബോധം വരുന്നത്. പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ഈ പാരൻസ് ഇങ്ങനെ ആയി പോകുന്നത്? സോഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ നോക്കി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവരവിടെ സേഫ് ആണോ? ഇത്രയും വർഷങ്ങളായി, 1-2 വർഷമല്ല, ഇത്രയും വർഷങ്ങളായി അവരവിടെ സേഫ് ആണോ? സേഫ് അല്ലെങ്കിൽ നീ വാ മോളെ എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല? അപ്പോൾ നാട്ടുകാരത് പറയും, നാട്ടുകാർ ഇത് പറയും, ബന്ധുക്കൾ കളിയാക്കും. ഇവരൊക്കെയാണോ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? ഒന്നുമല്ലല്ലോ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോടല്ലേ ജീവിക്കുന്നത്. പിന്നെ ആരെയാണ് മൈൻഡ് ചെയ്യുന്നത്? ഒന്ന് ചേർത്ത് പിടിക്ക്. ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം ഉണ്ടാവും പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ. ആ വിളി വരാതെ വരുമ്പോഴാണ് അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നത്. ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. അത്രയും സങ്കടമുണ്ട്. കഴിഞ്ഞിട്ടില്ല. അതുല്യമാർ ഒരുപാടുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അതുല്യമാർ ഒരുപാടുണ്ട്. ഇനിയെങ്കിലും അവരെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളെ കേൾക്കുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അവരെ ഒന്ന് വിളിച്ച് പറയാനുള്ളൊരു മനസ്സ്, അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങളൊന്ന് കാണിക്കുക. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തീരുമാനിക്കാം നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ആർക്കും നിങ്ങളൊരു ബാധ്യതയല്ല, നിങ്ങളൊരു ബുദ്ധിമുട്ടാവില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.